വാർത്തകൾ തുടർന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് കല്ലായിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി VM ബിനുവിന് വോട്ടില്ല. കോഴിക്കോട് നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണിത്. കോഴിക്കോട് കോർപ്പറേഷനിൽ UDF മേയറായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയ സ്ഥാനാർത്ഥിയാണ് VM ബിനു. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് അറിഞ്ഞില്ലെന്ന് കോൺഗ്രസ്. ഇത് പരിശോധിക്കുമെന്നും DCC നേതൃത്വം വ്യക്തമാക്കി. UDF സ്ഥാനാർത്ഥിയായ VM ബിനു പ്രചാരണം തുടങ്ങിയിരുന്നു. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, വോട്ടർ പട്ടികയിൽ പേരില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. വലിയൊരു വീഴ്ചയല്ലേ സംഭവിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും അരുണിമ, വലിയൊരു വീഴ്ചയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്ഷതം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോൺഗ്രസിൽ വലിയൊരു പുകച്ചിൽ തന്നെ അനുഭവപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ രാജികളും ഈ രാജിക്കൊപ്പം തന്നെയാണ് ഇപ്പോൾ VM ബിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുള്ളൊരു കാര്യം ഇപ്പോൾ പുറത്തു വരുന്നത്. കല്ലായി ഡിവിഷനെ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹം ഈ പ്രചരണവും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയായി നിന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്ഥാനാർത്ഥിത്തിന് തൊട്ടുപുറകെ ഇദ്ദേഹം ഈ പ്രചരണത്തിന് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കല്ലായി ഡിവിഷനുകളിലെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രചരണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രദേശങ്ങളിലേക്കെല്ലാം ഇറങ്ങി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയും അദ്ദേഹം പ്രചരണം ആരംഭിച്ച ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരില്ല എന്നറിയുന്നത്. സെപ്റ്റംബർ മാസത്തിൽ പുതുക്കിയ ഒരു പഴയ വോട്ടർ പട്ടികയിലാണ് അദ്ദേഹത്തിന്റെ പേര് ഇല്ല എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. അല്പസമയം മുൻപാണ് VM ബിനുവും അതുപോലെ തന്നെ DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടന്നിരുന്നു. ഈ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിലായിരിക്കും VM ബിനു കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു കാര്യം പുറത്തുവിടുകയുള്ളൂ. അല്പസമയത്തിനകം തന്നെ ഇവർ മാധ്യമങ്ങളെ കാണും എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. അരുണിമ, ശരി, വ്യക്തമാണ്. കോഴിക്കോട് കല്ലായിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി VM ബിനുവിനാണ് വോട്ടില്ലാത്തത്. കോഴിക്കോട് കോർപ്പറേഷനിൽ UDF മേയറായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയ സ്ഥാനാർത്ഥിയാണ് സംവിധായകനായ VM ബിനു. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് അറിഞ്ഞില്ലെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇത് പരിശോധിക്കുമെന്നും DCC നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിയായി VM ബിനു പ്രചാരണവും തുടങ്ങിയിരുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അഭിന പി ചിറക്കലാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയതിനെതിരെ തിരുവനന്തപുരം മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. പേരൊഴിവാക്കിയത്